ഇല്ല, ഞങ്ങളുള്ള സമയത്തൊന്നും ഒരുപാട് മർദ്ദനങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ അവിടെ പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ, ക്ഷമിക്കണം. ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വാക്കിലൊന്നും കിട്ടുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്ന എനിക്ക് കിട്ടില്ല, എനിക്ക് ടെൻഷൻ ഉണ്ടാവും, എനിക്ക് വാക്കുകൾ കിട്ടില്ല. എന്തായാലും ഈ അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താണെന്നുള്ള ഏകദേശം അന്നത്തെ ഈ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായിട്ടുണ്ട്. ഇത് നെടുമങ്ങാട് ഈ അഷ്കർ എന്ന് പറഞ്ഞ ആ ഒരു, ഞാൻ എന്താ അവനൊക്കെ വിളിക്കേണ്ടത് അറിയില്ല, എന്തൊക്കെ ഒന്നും വിളിക്കാൻ വയ്യ. അവൻ്റെ സഹോദരിയാണ്, അവൻ്റെ പെങ്ങളും അവൻ്റെ ഉമ്മാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് റിപ്പോർട്ടറിൽ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ഈ ആദ്യം ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ്റെ ഒരു ബൈറ്റും കണ്ടു. ഈ ഒരു വിഷയത്തിൽ ഞാനൊരു വീഡിയോയും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പല ആൾക്കാരോട് ചോദിച്ചു, എന്താ ബ്രോ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു, ഞാനൊരു വീഡിയോ ചെയ്തു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പ്രതികരിച്ചു. കുട്ടികളുടെ വിഷയം വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ പോകും സംസാരിക്കുമ്പോൾ. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു മാനസിക നില അങ്ങനെയാണ്. ഞാൻ ചെയ്ത സമയത്ത് ഈ കോപ്പിറൈറ്റ് അല്ല, കമ്മ്യൂണിറ്റി വയലേഷൻ വന്നു. നമ്മൾ ഉപയോഗിച്ച ഭാഷ കുറച്ച് കൂടിപ്പോയി. പിന്നെ കുട്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഇങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയാണ് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ വിഷയമായതുകൊണ്ട് ആ വീഡിയോ റിമൂവ് ആയി പോയിട്ടോ. പിന്നെ ഞാൻ അതിന് ചെയ്യാൻ നിന്നില്ല. ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ, നമുക്ക് വീണ്ടും ഈ ഒരു വിഷയത്തിനെ പറ്റി 91 മുറിവുണ്ടാവുക, 1.5 വയസ്സുള്ള മോൻ വാരിയലിൽ ഒടിഞ്ഞ് ഇതാവുക, 2 കൈ ഒടിഞ്ഞ് അത് വരിക, ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് സംസാരിക്കാൻ ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷൻ. കാരണം എനിക്കെൻ്റെ മക്കളെ ഭയങ്കര ഇഷ്ടം, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. കുട്ടികളെ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾക്കും കാണുന്നവർക്ക് നമുക്കൊക്കെ മക്കളെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല, എത്ര കുഞ്ഞു കുട്ടികളാണെങ്കിലും. അപ്പോൾ ഈ ഒരു മോൻ്റെ കേസിൽ സാധാരണ ഒരു കേസ് പറഞ്ഞ പോലെയല്ല. ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത്. ഞാൻ സാധാരണ കേസ് പറഞ്ഞ പോലെയല്ല. ഞാൻ ആരോടും ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, വേറെ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ പോലെയല്ല ഈ മോൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ. ഒരു കൗതുകം കൊഞ്ചിക്കാൻ തോന്നുന്നല്ല. എനിക്ക് അവൻ്റെ മുഖം ഇങ്ങനെ പിന്നെ എൻ്റെ മനസ്സിൽ കണ്ണടച്ച് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു മുഖമാണ്. ആ ഒരു കൈ കെട്ടിയിട്ട് അവൻ ആ മൈക്ക് നോക്കി നിൽക്കുന്നത്. 2 കൈയും, സാധാ കുട്ടികളാണെങ്കിൽ 2 കൈയിലും പ്ലാസ്റ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ പക്ഷേ ചിലപ്പോൾ ആ റിപ്പോർട്ടറുടെ മൈക്ക് പിടിച്ച് വാങ്ങൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കുട്ടികൾ മൈക്ക് വിളിക്കാൻ നിൽക്കുക. അങ്ങനത്തെ ഒരു മുഖം വെച്ചിട്ട് ഇവനത് സാധിക്കുന്നില്ല, ഇവന് കൈ നീട്ടാൻ പോലും പറ്റുന്നില്ല. അതൊരവസ്ഥയിൽ ഇങ്ങനെ കൈ 2ഉം തൂക്കിയിട്ട്, കാരണം പ്ലാസ്റ്റർ അല്ല 2 കൈയിലും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം എന്താണെന്നറിയോ, ഒരു കുട്ടികളുടെ മുഖമായിരുന്നില്ല അവൻ്റെ മുഖം എന്ന് വെച്ചാൽ ഒരുപാട് മെച്ചുവേർഡായിട്ട് ഈ 1.5 വയസ്സിലിടയ്ക്ക് പിന്നെ കണ്ണ് തുറന്ന് ലോകം കണ്ടിട്ടുള്ള ഈ 1.5 വയസ്സിലിടയ്ക്ക് ഒരു മനുഷ്യൻ്റെ പുരുഷായുസ്സിൽ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ അനുഭവിച്ചിട്ട് മനസ്സും മടുത്ത് മരവിച്ചിട്ടുള്ളൊരു മുഖമായിട്ടാണ് ആ കുഞ്ഞ്. അവനെ എനിക്ക് ഭയങ്കരമായിട്ട് അവൻ്റെ കണ്ണും മനസ്സൊന്നും പോകുന്നില്ല, അവൻ്റെ ചുണ്ടും അവൻ്റെ കവിളും അവൻ്റെ തലയൊന്നും മനസ്സൊന്നും പോകുന്നില്ല, അവൻ്റെ കൈകൾ മനസ്സൊന്നും പോകുന്നില്ല. അതിനുശേഷം ഇതിനെക്കുറിച്ച് ന്യൂസ് വന്നപ്പോൾ എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന് ആലോചിക്കുമ്പോൾ അതിന് കാരണക്കാരായവരെ, നമ്മളൊക്കെ നിസ്സഹായരായ മനുഷ്യൻ, നമ്മളൊക്കെ മനുഷ്യന്മാരെ നമ്മളാക്കണ്ടോ എത്ര നിസ്സഹായരാണെന്നറിയോ നമ്മുടെ നാട്ടിൽ. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചത് കൊണ്ട്, ഈ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് എത്രയോ നിസ്സഹായരായി മാറി നമ്മളൊക്കെ. വേറെ ഏതെങ്കിലും നാട്ടിലാണ് ഇവൻ ചെയ്തതെങ്കിൽ ഇവനെ കയ്യേറ്റം ചെയ്യാൻ വരുന്ന വ്യക്തികളെ പോലീസുകാർ അടിക്കുമോ? നിയമമാണ് കേട്ടോ, പോലീസുകാർ കയ്യേറ്റം ചെയ്യണമെന്നല്ല പറയണത്. എന്തൊക്കെ അവനെ ചെയ്താൽ, ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ പെട്ടെന്ന് വെച്ച് ഇവനെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാം. എനിക്ക് അങ്ങനെയൊക്കെ സ്വഭാവമുണ്ട്, നമ്മൾ ചിന്തിച്ച് കൂട്ടുക. ഈ അർഷദ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെയും അവൻ്റെ പെങ്ങളെയും ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഈ 2 ഡാഷ് മക്കൾക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യത്തെ ആ പെണ്ണിനെ ഇവൻ ചെവി പൊത്തി അടിച്ച് അതിനെ കോമയിലാക്കി, ഒന്നുമല്ലാണ്ട് ജീവശമാക്കി അതിനെ മാറ്റി. ഇതും ഈ തള്ളയ്ക്കുമാക്കും അറിയാം, ഈ ഒരു വിഷയവും തള്ളയ്ക്കുമാക്കും അറിയാം. ഇവൾ ആദ്യം പറഞ്ഞുകൊണ്ടോ, ചെറിയ കമ്പ് വെച്ച് അടിക്കുമായിരുന്നു, പിച്ചുമായിരുന്നു എന്ന്. ഇവർ പറയാം ചെറിയ വെടിയൊക്കെ എടുത്ത് അടിക്കുന്നുള്ളൂന്ന്. 1.5 വയസ്സുള്ള കുട്ടീനെ എങ്ങനെ തോന്നുക? കുട്ടികൾ തന്നെ അടിക്കില്ല ചില ആൾക്കാർ. 1.5 വയസ്സുള്ള കുട്ടീനെ ഇന്ന് ചോറുണ്ണാത്തതിൻ്റെ പേരിൽ ഇതിനെ പിച്ചുമായിരുന്നു, അടിക്കുമായിരുന്നു അവൻ കാണും. അപ്പം തന്നെ ഞങ്ങൾ പറയുമായിരുന്നു എന്ന്. പച്ചക്കള്ളാണ് പറയണമെന്നുള്ളത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ചെറിയൊരു പോർഷനും കൂടി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ വീഡിയോ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സഹിക്കാൻ വയ്യ, സഹിക്കാവുന്നതിനപ്പുറമാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഇത്രയും നമുക്ക് മനസ്സ് തട്ടിയിട്ടുണ്ടല്ലോ. നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇതൊന്നും തോന്നാത്ത രീതിയിലുള്ളൊരു വിഷയമായിപ്പോയി ഇത്.
എത്രയോ ആൾക്കാർ ഈ ലോകത്ത് ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ അപകടം വരുത്തുമ്പോൾ നമ്മൾ പറയില്ലേ എത്രയോ ആൾക്കാരില്ലേ ഒരു കുഞ്ഞിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മൾ വളർത്തുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വിഷയം എൻ്റെ വീട്ടിൽ അറിഞ്ഞപ്പോഴേ എൻ്റെ മോള് ഒക്കെ 8 വയസ്സ് അവൾ പറയുക, അയ്യോ മുത്തുമണി പറയുക, അച്ഛാ നമ്മൾ നോക്കായിരുന്നില്ലേ അച്ഛാ, അതിനെ നമുക്ക് നോക്കുമായിരുന്നല്ലോ എന്ന് പറയുക അവൾ. ആ മോള് പറയുക, ആ കുട്ടി അച്ഛാ ഞാൻ അങ്ങനെ പറയില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കും തോന്നും. ഇപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കേസായിപ്പോയി കേട്ടോ, അങ്ങനത്തെ ഒരു കേസായിപ്പോയി, മറക്കാനോ ഒരു സഹിക്കാൻ പറ്റാത്തൊരു കേസായിപ്പോയി. പോട്ടെ, ഞാൻ ഇത് പോട്ടെ, വേറെ ഇതിലേക്ക് മൂഡിലേക്ക് പോവുകയാണ്. ഞാൻ എനിക്ക് ഇവിടെയൊക്കെ പറയേണ്ട ഭാഷ പറഞ്ഞ് ഭാഷേൻ്റെ പേരിൽ ഇത് പോകാൻ വയ്യല്ലോ. നമുക്കിത് ഈ ഒരു വിഷയത്തോടു കൂടി നിർത്തിയാൽ പോരല്ലോ ചാനൽ. ചരിവുള്ള ബേക്കറിലാണ്. അപ്പോൾ അവിടെ രാവിലെ ഇറങ്ങി പോയാൽ ഞാൻ രാത്രിയാണ്. ചില ദിവസങ്ങളിൽ 9 മണിയും അല്ലെങ്കിൽ 8:30, 8 മണി കഴിയും. എന്തായാലും 8 മണി, എത്ര തിരക്കില്ലെങ്കിൽ 8 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. നായിൻ്റെ മോളെ എന്ന് ഞാൻ വിളിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ്, പട്ടികളൊക്കെ. അപ്പോൾ ഞാൻ അതിനെയും കൂടി ഞാൻ വിളിക്കുന്നില്ല ഇവിടെ. വരുമ്പോൾ കുട്ടി ചിലപ്പോൾ ഉറക്കമായിരിക്കും, കുട്ടിയെ കാണാനുള്ളതില്ല, ലൈറ്റ് പോലും ഇല്ല ആ റൂമിൽ. അപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് മോനെ നോക്കിയിട്ട് തിരിച്ച് പോയി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാറാണ്. അപ്പോൾ അതിനുള്ള ഈ മുറിവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ പോകുന്ന സമയത്തും കഥ 91 മുറിവ് പറ്റിയെന്ന് പറഞ്ഞു. 51 ഞാൻ വിചാരിച്ചപ്പോൾ 91 മുറിവുണ്ട് പറഞ്ഞിട്ടുണ്ട്. വാരിയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് എടുത്ത് കുത്തി പൊള്ളിച്ചിട്ടുള്ള പാടുണ്ട്, ഓരോ വിരലിൽ നിന്നൊക്കെ പറയണത്. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ ഈ ചാനലിൻ്റെ ലിമിറ്റേഷൻസ് കാരണം. എന്നിട്ട് ഇവൾ അറിഞ്ഞിട്ടില്ല, ആ വീട്ടിൽ നിന്നിട്ടേ ഇവളും അറിഞ്ഞിട്ടില്ല, ആ പെരട്ട് തള്ളി അറിഞ്ഞിട്ടില്ല. അടച്ചാണിട്ടേക്കുന്നത്. അപ്പോഴും കുട്ടിയെ കാണാൻ കഴിയില്ല. വല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്ത് ഇവരവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറില്ല. ഇവർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ അവിടെ നാട്ടിലെടുത്ത് ചോദിച്ചാൽ അറിയാം, ഇവരെപ്പോഴും കറക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മോനെ എൻ്റെ സഹോദരനും ഇവളും തന്നെയാണ് എപ്പോഴും കൊണ്ട് നടക്കാറുള്ളത്. കുട്ടിയെ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ഈ സംഭവം നടന്ന എനിക്കൊക്കെ അറിയാം, എൻ്റെ വർത്താനം കേട്ടറിയാം, എല്ലാ കാര്യവും അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ശേഷം വീട് വൃത്തിയാക്കി അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നത്. എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ രാവിലെ കടയിൽ പോയതിന് ശേഷം ഇൻസർ എന്ന് പറയുന്ന വ്യക്തി വന്ന് എൻ്റെ നിന്ന കടയിൽ വന്ന് പറഞ്ഞിട്ട്, എടാ നീ വരുന്നില്ലേ, കൊച്ചിന് ഇതേപോലെ ശ്വാസം കിട്ടുന്നില്ല, മറിയ ഹോസ്പിറ്റലാണ്, നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മണിയോട് കൂടി, കൃത്യമായിട്ട് സമയം അത് CCTV കടയിൽ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് അറിയില്ല, 5 മണിയോട് കൂടിയായിട്ടാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഞാൻ ഓടി അകത്തുനിന്ന് പോലീസ് വളരെ നന്നായിട്ട് പിടിച്ചട കുടഞ്ഞ വിവരം അറിയും. പക്ഷെ ചെയ്യും അവർ ചെയ്യണം. എനിക്കപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയിൽ എനിക്ക് ഇപ്പോഴും കണ്ണിൽ സഹിക്കാൻ പറ്റാത്ത കുട്ടിയെ തുണിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് അവരൊക്കെ ഓളെ ശ്വാസം കിട്ടലിലൊക്കെ വർത്താനം കറിയുമ്പോൾ വിറച്ചിട്ടാണ്. എൻ്റെ വിറക്കൽ നിർത്തി കഴിഞ്ഞിട്ടോ ഇച്ചിട്ട് ഇങ്ങനെ പിതുക്കെ അടിക്കുക കുത്തി എന്തൊക്കെയോ ചെയ്യുന്ന കുട്ടിക്ക് ഒരു ബോധമില്ലാതെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ തന്നെ അവരെന്ത് പറയുന്നത് എന്താണെന്നും ഞാൻ പെട്ടെന്ന് സംസാരത്തിൻ്റെ ഇടയിൽ ഉള്ള ശ്വാസമൊക്കെ പോയി, ഓൾ വിറയൊക്കെ തുടങ്ങി. ശ്രദ്ധിച്ചിട്ടില്ല, മരവിച്ചൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞ് കുറേ അരമണിക്കൂറോളം മറിയ ഹോസ്പിറ്റലിൽ ഈ കുട്ടി അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് തന്നെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. അന്നേരം സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളെല്ലാം മലപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, വരുമ്പോഴൊക്കെ ആംബുലൻസിൽ പോകാറുണ്ട്. അങ്ങനെ അയാൾ വണ്ടി എടുത്തപ്പം എന്നെ കൂടെ വിളിച്ച് കയറ്റി എൻ്റെ കയ്യിൽ കുട്ടിയെ തന്നു. ഞാൻ കൊണ്ടുപോയി, അങ്ങോട്ട് തെറ്റല്ലാതെ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. വരുന്നത് അവിടെ നിന്ന് മോർച്ചറിയിലാക്കിയതിന് ശേഷം മോർച്ചറിയിൽ നിന്ന് സ്റ്റേഷനുണ്ടല്ലോ, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് മോർച്ചറിയിൽ കൊണ്ടാക്കിയ വണ്ടി അങ്ങ് പോയായിരുന്നു. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനും അവിടെ ഇങ്ങനെ പോയി നിന്നു. സ്റ്റേഷനകത്ത് പോയി അകത്തോ പോയില്ല, വെളിയിൽ പോയി ഇങ്ങനെ സാരി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു മേഡവും ഒരു പോലീസാണ്. ഇത് അഭിനയിച്ച് കാണിക്കുന്നോടി. ഇനി തള്ളയുടെ ഡയലോഗ് കിട്ടോ. തള്ള അതിലേറെ വലിയ സാധനം. തള്ള ആദ്യത്തെ ആ ഒരു മകളെ ആമിനേനെ പിറ്റക്കപ്പാടെ കൂടി അടിച്ച് മൂലക്കാക്കിയിട്ടുണ്ട്, കോമയിൽ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് പരിപാടിക്കും ഒക്കെ പറഞ്ഞ് ഓട്ടം പോകും. പിന്നെ ഉള്ളത് മോള് കടയിൽ പോകും. പിന്നീടുള്ളത് എൻ്റെ 2 ചെറുമക്കളും അഖിലയും മോനുമാണ് ഉള്ളത്. അവർ 3 പേരാണ് ഉള്ളത്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞാൻ പിന്നെയും തിരിച്ച് അവിടെ എൻ്റെ മോളെ വീട്ടിലെത്തണത്. വീട്ടിൽ പോയി അവിടെ ചെന്ന് തലേ ദിവസം മോൾക്ക് വന്ന മരുമോനുണ്ടായിരുന്നു. മരുമോനെ ഇറച്ചിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്ന് അതെല്ലാം കറിയും വെച്ച് ഞാനും എൻ്റെ മരുമോനും കൂടെ തന്നെ വീടെല്ലാം വൃത്തിയാക്കി തുടച്ച്. ഞാൻ ഇറച്ചിക്കറിയും ചോറും കൂട്ടി തിന്നുമ്പോൾ ആ കുട്ടീനെ അവിടെ മറ്റൊരിട്ട് പീഡിപ്പിക്കുകയാണ്. വൃത്തിയാക്കിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ അഖിലേരയിൽ പറയുകയാണ്, നീ നാളെ പെരുന്നാളാണ്, നീ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാമി പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പരിപാടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോകണേനായിട്ട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് പരിപാടി, എന്നെ ചെല്ലാൻ പറഞ്ഞു. എത്ര മണിയാകുമ്പോൾ നിനക്ക് പോകണം എന്ന് ചോദിച്ചു. ആ കൊന്ത്രമ്പല്ലിൻ്റെ കൂത്ത് ഡാൻസ് കണ്ടു. ഓൾ ഏത് ഡാൻസറാണ് ഓൾ എവിടേക്കാണ് ഈ കെട്ടി ഒരുങ്ങി പോകുന്നത്? ഇതിലേറെ കൂടുതൽ പറയാനാണ് തോന്നുന്നത്. കരഞ്ഞു പിഴിഞ്ഞിട്ട് വിറ്റങ്ങളിങ്ങനെ സ്റ്റേഷനിലിരിക്കുന്ന കാണുന്ന സമയത്തല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതേമാതിരിയൊക്കെ ഇങ്ങനെ ആക്ഷൻ മുഷ്ടി ചുരുട്ടിയുള്ള ആക്ഷനൊക്കെ കാട്ടി, അതോടുകൂടിയാണ് പോയത് ആ വീഡിയോ.
അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു 11 മണിയാകുമ്പോൾ ട്രെയിനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയി ബാഗിലെ സാധനങ്ങൾ എല്ലാം വാരി വെച്ചപ്പോൾ ഞാൻ ഒരു തവണയല്ല പല തവണ ഇവിളയിൽ പറഞ്ഞു, ഒരു പ്രാവശ്യമല്ല പല തവണ ഞാൻ ഇവിളയിൽ പറഞ്ഞു. കുട്ടിക്ക് പനിയായിരുന്നു, ഒരാഴ്ച കൊണ്ട് കൊച്ചിന് പനിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിളയിൽ പറഞ്ഞായിരുന്നു, അഖിലേ നീ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോകരുത്, നീ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് നീ കൂടെ കൊണ്ടുപോ എന്ന് ഞാൻ ഇവിളയിൽ പറഞ്ഞു. ഇപ്പോൾ ഒക്കെ വലിയ പുണ്യജന്മങ്ങളാണ്, എല്ലാ സ്ത്രീ ജന്മങ്ങളും പുണ്യജന്മങ്ങളാണ്. ഇപ്പോൾ ഒക്കെ വലിയ നല്ല ആൾക്കാരാണ്, പോയാണ് കേവയാണ് ആയിരുന്നു. അപ്പോൾ ഇവളെ എൻ്റെ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല മാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളയിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടി അശ്വരിവ ഇതേപോലെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലെന്ന് പറയണം മക്കളെ, നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ കൊടുന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഇവളെ ഭർത്താവിൻ്റെ പറഞ്ഞു 500 രൂപ ഉണ്ടെങ്കിൽ ഇക്ക കൊടുന്ന് പറഞ്ഞു. ആ 500 രൂപയും കൊടുത്ത് ഈ കൊച്ചിനെ ഇവൾ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറി പോണത് ഞാൻ കണ്ട്. ഞാൻ നിന്ന് പോയിരുന്നു, ഈ കൊച്ചിനെ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറി പോയിട്ട് തിരിച്ച് രാത്രി വന്നപ്പോൾ ഈ എൻ്റെ മോൻ രാത്രി ഈ ഇതുകൊണ്ട് അതേതാണല്ലേ അഷ്കർ തന്നെ, നിൻ്റെ മോൻ, നിൻ്റെ വായന്ന് വീഴുന്ന സംഭവം ഉണ്ടല്ലോ, നിൻ്റെ മോൻ തന്നെ, അവനാണ് ആ കുട്ടീനെ ഈ കോലത്തിലാക്കിയിട്ടുള്ളത്. പുറം ലോകം കാണുമോ? എനിക്ക് ഒരു വിശ്വാസമില്ല കേട്ടോ. ജയിലിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പണി ഇവൻ്റെ മേലെ ഒപ്പിച്ചാലേ ഉള്ളൂ, അല്ലാണ്ട് നിയമത്തിനൊന്നും എനിക്കറിയില്ല ഇവൻ എന്ത് ചെയ്യാൻ ഇതാക്കുന്നുള്ളത്. പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇനി ഇവൻ അപ്പീലിന് പോകും, എനക്കും എൻ്റെ പുറകെയൊക്കെ ആൾക്കാരുണ്ടാവും. ഇപ്പം ഇന്ന് തോന്നല്ല എല്ലാവരും എതിരാണെന്നൊക്കെ, നമ്മൾ കുറേ ആൾക്കാർ സംസാരിക്കണമെന്നൊക്കെ ഇന്ന് തോന്നല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ പുറകെ ആൾ കൂടും. ഇവനെപ്പോലുള്ള കോൾഡ് ബ്ലഡഡ് ക്രിമിനൽസിന് വേണ്ടിയിട്ട് വാദിക്കാനും ആളൊരു തട്ടിപ്പോയി, വേറെയുള്ള ആളൊരുമാർ വരും, അവന് വേണ്ടി ഫണ്ടിങ് ഇറക്കാനും ആൾക്കാർ വരും. അന്ന് നമ്മൾ പരസ്പരം ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ വല്ല വീഡിയോ ചെയ്യുമായിരിക്കാം, നിങ്ങളത് കണ്ട് ചിലപ്പോൾ വല്ല കമൻറ്റ് ഇടുമായിരിക്കാം. ഈ തള്ളയൊക്കെ നല്ല രീതിയിൽ വിലസിപ്പോവും, അവനും വിലസും, എല്ലാവരും. ഉണ്ട് അവന് ടെമ്പോയ്ക്ക് വർക്കിനൊന്നും പറഞ്ഞിട്ട് ഇവൻ വേറൊരു കിളിച്ചെറുക്കനെ കൊണ്ട് പാലോട് ഇവിടെ പോയിട്ട് ഞാനേ ഇതേപോലെ ഈ കുട്ടിയുടെ മുത്തച്ഛൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, വോയിസിൻ്റെ, അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പുള്ളിക്കത് വന്ന് എന്താ പറയുക, ഇതിനെ കൊല്ലാനുള്ള റീസൺ എനിക്ക് തോന്നുന്നത്, ഇയാൾ ഈ കുട്ടിയുടെ ഈ മുത്തച്ഛൻ, ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം, മുത്തച്ഛൻ ഈ കുട്ടിയുടെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി പോണ പരിപാടി ആയിരുന്നു സംശയമുണ്ട്. ഇനി കുട്ടീനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടിരുന്ന് വിചാരിച്ചിട്ട് ഇതിനെ അവസാനിപ്പിച്ച് കളഞ്ഞതാണോ എന്നറിയില്ല. കാരണം കുട്ടി ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഏത് കണ്ടോൻ്റെ കൂടെ എന്ത് ഡാഷ് പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ അച്ഛൻ എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ചാണ് കുഞ്ഞിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് അവരാരും സമ്മതിച്ചില്ല. വേറൊന്നുമല്ല, നമ്മൾ വിചാരിച്ചു ഇവള് ആശുപത്രി ഡെലിവറി സമയത്ത് നമ്മൾ അറിയിക്കുമെന്നാണ് കരുതിയത്. അത് അറിയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നൂലുകെട്ട് സമയമാകുമ്പോഴത്തേക്കും അറിയിക്കുമെന്ന് കരുതി. അത് കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് നിയമവശമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം കൊച്ചു കുട്ടിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് നിയമവശം തേടാൻ അതാണ് ഈ നിയമപ്രകാരം കുട്ടീനെ തള്ളയുടെ കൂടെ അല്ലേ വിടുള്ളൂ. പക്ഷെ തള്ളജ്ജായത്തൊരു പൂതനയാണെന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ. അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ അസ്കർ എന്ന ആള് ഇതിനിടയ്ക്ക് വന്നത് നമുക്ക് നിയമസാധ്യത ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു 3 മാസം മുമ്പ് കുഞ്ഞിനെ നമുക്ക് ആൾക്കാരെ തീരെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ ഈ അഷ്കർ പറഞ്ഞൊരു ഫോട്ടോ, ഞാൻ എൻ്റെ ഒരു ഇത് പറയാം കേട്ടോ, അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, കണ്ണട വെച്ച് നിൽക്കുന്നൊരു ഫോട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര നിഷ്കളങ്കന തോന്നും അല്ലേ? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ പറയും അവനൊരു നിഷ്കളങ്കനായിട്ടുള്ളൊരു സാധു മനുഷ്യൻ പോലെ തോന്നി. എത്രത്തോളം ഭയങ്കരനല്ലേ ഇവൻ. നമ്മുടെ സമൂഹത്തിൽ ഇവനെ പോലെയൊക്കെ എത്ര ആൾക്കാരുണ്ടായിരിക്കും, നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ മനസ്സിൻ്റെ സ്ഥിതി ഇതാണെന്ന് നമ്മളെ ഏൽപ്പിക്കാം എന്ന് ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് കടന്നു വരുന്നത്. അതായത് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയായിരുന്നു. അതായത് ഈ അഖില പ്രോഗ്രാമിന് പോകുന്ന ഡാൻസ് ട്രൂപ്പിൻ്റെ ടീച്ചറാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് ട്രൂപ്പ് ടീച്ചറിനെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഫോൺ എടുക്കുകയോ ഈ നിമിഷം വരെയും ഇതേവരെയും അവർ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇത്രയും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും അവർ ഇതുവരെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ വരികയോ ഇതിൻ്റെ കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയോ എന്നെ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്ത് ചോദിക്കാനുള്ള മനസ്സ് ആ ടീച്ചർ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ല, ഇതിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഓടിയെത്തുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് ചെറു സൂചന പോലും കിട്ടിയില്ലായിരുന്നു. എനിക്ക് ഈ 29-ാം തീയതി നിങ്ങൾ എന്താണ് അറിഞ്ഞത്? എന്നെ ഇയാൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്രയും ഭാഗ്യമില്ലാത്തൊരു കുഞ്ഞായിപ്പോയി അല്ലേ?
അത്രയും നിർഭാഗ്യവാനായിപ്പോയി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. 1.5 വർഷമേ ഉള്ളൂ. 29 അറിയിച്ചെന്ന് പറഞ്ഞാൽ 29 ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണല്ലോ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനമായി പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ഈ അഖില പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്, വന്നിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം. സംഭവം എന്താ വെച്ചാൽ ഇതിനത്രയും ഉപദ്രവിച്ചിട്ടുള്ള മുറിപ്പാടുകളൊക്കെ ശരീരത്തിലുണ്ടായിരിക്കും, ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അന്വേഷണം വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ 2 ചെയ്ത്താന്മാർ, എന്താ പറയുക, 2 ചെകുത്താൻകൾ ആയിട്ടുണ്ടല്ലോ, അവർക്കറിയാം. കാരണം കുട്ടീനെ വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ്റെ അച്ഛനാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ഈ കുട്ടി ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഇവരെ കയ്യിൽ ആ കുട്ടി എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അതിനെ വകവരുത്തണം. ഇതാണ് സംഭവം. ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. ആ പ്ലാൻ അവർ വൃത്തിയായിട്ട് നടപ്പിലാക്കി. പക്ഷേ എവിടെയോ ദൈവം ഒരു, എല്ലാത്തിലും പറയില്ലോ ദൈവത്തിൻ്റെ ഒരു ഇത് വരില്ലേ, എവിടെയോ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായി. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുക, ഈ കൈയൊടിഞ്ഞിട്ടൊക്കെ കൊണ്ടു ചെല്ലുന്ന സമയത്തൊക്കെ നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത്, ഡോക്ടേഴ്സും നേഴ്സൊക്കെ ആണെങ്കിലും ഇവരൊക്കെ നോക്കുമല്ലോ അല്ലേ. നമ്മളെ കുട്ടികളൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചില ഇങ്ങനെ കുട്ടികളെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവില്ലേ കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ ഇതുണ്ടെന്ന്. ഇവർക്കൊക്കെ എന്ത് ട്രെയിനിങ്ങാണ് കിട്ടുന്നത്? ഇവർക്ക് എന്ത് ഡോക്ടേഴ്സാണ്, എന്ത് നേഴ്സുമാരാണ് ഇവരൊക്കെ? ഈ കുട്ടീനെ കണ്ടിട്ട് ഇവർക്ക് ഒരാൾക്കും മനസ്സിലായി, ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഭഗവാനെ, ഞാൻ ആലോചിച്ച് നോക്കുക അല്ലേ. നമ്മൾ പല സ്ഥലത്ത് നിൽക്കുമ്പോഴൊക്കെ ചില കുട്ടികളെ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ചില കുട്ടികളെ കൊഞ്ചിക്കാൻ നോക്കും, കളിപ്പിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ ഇതേമാതിരിയൊക്കെ കുട്ടികളെ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കാറുണ്ട് ഈ കുട്ടി. ഞാൻ ചില നാടോടി സ്ത്രീകളെ കയ്യിലൊക്കെ കുട്ടികളെ കാണുമ്പോൾ എനിക്കെപ്പോഴും സംശയമായി, ഈ കുട്ടി അതല്ലേ, ആ കുട്ടി ഇതല്ലേ, സേഫാണോ ഈ കുട്ടി, വല്ലതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ഞാനും ഇതും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ. പക്ഷെ കാണുന്നവർക്ക് ഇവർക്ക് ആർക്കും മനസ്സിലായില്ലേ അല്ലേ? എന്നാണത് പറഞ്ഞത്? അത് പറഞ്ഞത് ഒരു ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. 26-ാം തീയതി. അപ്പോൾ 30-ാം തീയതി തിരികെ വരും. തിരികെ വന്നിട്ട് കുഞ്ഞിനെ തരാമെന്നാണ് പറഞ്ഞത്. തിരികെ വന്നു, കുഞ്ഞിനെ തന്നു. ഈ ജീവച്ഛവമായിട്ടാണ് അവൾ കുഞ്ഞിനെ തിരികെ തന്നത്. ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ലോകം അത്രയും കഷ്ടമാണ്. ഒന്നാമത് എന്തെന്നറിയോ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് ധൈര്യം എവിടുന്ന വരുന്നറിയോ? ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചിലാവും, തടിയെടുത്ത് പോവാം എന്ന ആ ഒരു വിചാരം ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് പല ആൾക്കാർക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൈശാചികമായിട്ടുള്ള ആ ഒരു സംഭവം പ്ലസ് അതിൻ്റെ കൂടെ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഇന്നെ ലൂപ്പ് ഹോൾസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും നിലനിന്ന് പോവാം എന്നുള്ള ആ ഒരൊറ്റ ഭാവമാണ് എല്ലാവരും ഈ ഒരു ഇതിൽ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഭഗവാനെ നിത്യശാന്തി കൊടുക്കണം ആ ഒരു കുഞ്ഞിന്. മറക്കില്ല മോനെ ഒരിക്കലും വരാം. ആ ഒരു മുഖം